ഫെബ്രുവരി 7 തീയതി വെള്ളിയാഴ്ച നടക്കാനിരുന്ന ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾ റദ്ദാക്കിയതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നീണ്ട വർഷങ്ങളായിട്ടുള്ള ഭീഷണിയെ പരിഗണിക്കുകയാണെങ്കിൽ ഈ പുതിയ തീരുമാനം ലോക ശ്രദ്ധ ആകർഷിക്കുക എന്നത് സ്വാഭാവികമാണ്. ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ ചർച്ചകൾക്ക് മുന്നോടിയായി ബാലിസ്റ്റിക് മിസൈലുകളുടെ ദൂരം കുറക്കലും പ്രാദേശിക പ്രോക്സി ഗ്രൂപ്പുകൾക്ക് നൽകി വരുന്ന സഹായം നിർത്തലാക്കലും, പ്രോക്സി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിസ്ബുള്ള, ഹൂത്തി, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോക്സി ഗ്രൂപ്പുകളെ ഫണ്ട് ചെയ്യുന്നതും ആം ചെയ്യുന്നതും ട്രെയിൻ ചെയ്യുന്നതും ഇറാനാണെന്നുള്ള ഒരു ആരോപണം പൊതുവെ ഏറുണ്ട്. അത്തരം ഗ്രൂപ്പുകൾക്കുള്ള സപ്ലൈസ് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ഭീകര സംഘടനകളെ പിന്തുണക്കലും. ഭീകര സംഘടനകൾ എന്ന് പറയുമ്പോൾ അമേരിക്ക പറയുന്ന എല്ലാവരും, അമേരിക്കക്ക് എതിരെ നിൽക്കുന്ന എല്ലാവരും ഭീകര സംഘടനകളാണ്. അങ്ങനെ കുറച്ച് സംഘടനകളെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരെ ഒരു രീതിയിലും സഹായിക്കാൻ പാടില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ മറ്റൊരു ഡിമാൻഡ്. ഇറാനിലെ ജനങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുക എന്നൊക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം എന്നായിരുന്നു അമേരിക്കയുടെ ആവശ്യം. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ ഇത് സാധ്യമല്ല എന്നും ഇത് തങ്ങളുടെ പരമാധികാരത്തിന് കീഴിൽ വരുന്ന കാര്യമാണെന്നും ഇത്തരം കാര്യങ്ങളിൽ അമേരിക്ക പോലെ ഒരു ബാഹ്യശക്തി ഇടപെടുന്നത് മര്യാദകേടാണെന്നും ഇറാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നെ അങ്ങനെ വേണ്ട, നമുക്ക് യുറേനിയത്തിന്റെ കാര്യത്തിൽ ചർച്ചയാവാമെന്ന് ഒരു ഘട്ടത്തിൽ അമേരിക്ക സമ്മതിച്ചതുമാണ്. അങ്ങനെ ഇരിക്കെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ കനത്ത സമ്മർദ്ദം അമേരിക്കക്ക് മേലിലുണ്ടാവുന്നത്. അങ്ങനെയാണ് മുൻപ് എന്തൊരു കാര്യമാണോ അവർ വേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചത്, ആ കാര്യത്തിൽ വീണ്ടും ഇറാനുമായി ഒരു തർക്കത്തിൽ വരുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ചു, ഒരു രാജ്യത്തെ ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറണമെന്ന് ആരാണ് പറയുന്നത്? മറ്റൊരു രാജ്യം, ഈ രാജ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു രാജ്യം. എന്നാൽ ആ രാജ്യത്തെ ജനങ്ങളോട് മാന്യമായ രീതിയിലാണോ പെരുമാറുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ, ഐസ് പ്രൊട്ടസ്റ്റ് ഉൾപ്പെടെ നടത്തുന്നവരെ വെടിവെച്ച് കൊന്ന, ഈ അടുത്ത കാലത്ത് പോലും വെടിവെച്ച് കൊന്ന ചരിത്രമുള്ള ആളുകളാണ് പറയുന്നത് ഇറാനോട്, നിങ്ങളുടെ നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾ മാന്യമായിട്ട് പെരുമാറണമെന്ന്. അതുപോലെ തന്നെ മിസൈൽ ഇത്ര ദൂരെ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് ആരാണ്? അമേരിക്കയാണ്. അമേരിക്കക്ക് കോണ്ടിനെന്റൽ മിസൈലുകൾ വരെയുണ്ട്. ആ അമേരിക്കയാണ് ഇറാനോട് പറയുന്നത് നിങ്ങൾ മിസൈലിന്റെ വേഗത അല്ലെങ്കിൽ പരിധി നിശ്ചയിക്കണം എന്നൊക്കെ. എന്തായാലും ലോകരാഷ്ട്രീയം വലിയ രീതിയിലുള്ള കോമഡിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നിശ്ചയിച്ച ചർച്ചയിൽ പ്രധാനമായിട്ടും അമേരിക്കയും ഇറാനും ചർച്ച ചെയ്യാൻ പോകുന്നത് യുറേനിയം സമ്പുഷ്ടീകരണത്തെ കുറിച്ചായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് പൊടുന്നതിന് ഒരു ദിവസം, ആ വിഷയം മാത്രമല്ല ബാലിസ്റ്റിക് മിസൈലുകളും നാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങളും ഉൾപ്പെടെ സകല കാര്യങ്ങളും ചർച്ചയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഡിമാൻഡ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. ഇത് ചർച്ച ഏതെങ്കിലും രീതിയിൽ അലസിപ്പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കരുതി മനഃപൂർവ്വം ചെയ്തതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും ഇത്തരം ചർച്ചകൾക്ക് ഇറാൻ തയ്യാറായില്ല. അല്ലെങ്കിലും അമേരിക്ക പറയുന്നത് കേട്ട് അതുപോലെ ചെയ്ത് ജീവിക്കാൻ ഇറാനികൾ എന്ന് പറയുന്നത് പേർഷ്യക്കാരാണ്, അറബികളല്ലല്ലോ. അപ്പൊ അതിൻ്റെതായ മാറ്റൊക്കെ രണ്ടുപേരുടെ നിലപാടിലൊക്കെ കാണും. അറബികളാണെന്ന് കരുതി നിങ്ങൾ ഇറാനികളോട് പെരുമാറരുത്, രണ്ടും രണ്ടാണ്. അതേസമയം ഈ വിഷയമൊന്നും ഉൾപ്പെടുത്താതെ കേവലം യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് മാത്രം ചർച്ച മതിയെന്ന് നേരത്തെ അമേരിക്കൻ സെനറ്റർ കൂടിയായ മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നാട്ടിലെ കാര്യങ്ങളും മിസൈലിനെ കുറിച്ചും ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചർച്ച കൊണ്ട് യാതൊരു കാര്യവുമില്ലെന്ന് പെട്ടെന്ന് അദ്ദേഹം നിലപാടിൽ മലക്കം മറിയുകയായിരുന്നു. ഉറപ്പാണ് ഇത് ഇസ്രായേലിന്റെ സമ്മർദ്ദമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചർച്ച റദ്ദാക്കിയ സ്ഥിതിക്ക് മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിലുള്ള ആശങ്കകളാണ് ഇതിനോടകം തന്നെ രൂപപ്പെട്ടത്. ഈ രംഗത്തുള്ള വിദഗ്ധരൊക്കെ പറയുന്നത് ഇറാൻ അമേരിക്ക ബന്ധം കൂടുതൽ വഷളാവുന്നതോടെ ഇത്തരമൊരു സാഹചര്യം കൂടുതൽ ഗുണം ചെയ്യുക ഇസ്രായേലിനായിരിക്കും എന്നാണ്. ഇനിയൊരു ചർച്ച ഉണ്ടാകുമോ, പുതിയ കരാർ ഉണ്ടാകുമോ എന്നൊക്കെ ഇപ്പോഴും അനിശ്ചിതമായി നീളുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ചില വിദഗ്ധർ പറയുന്നത് ഈ ഒരു അവസരം എന്ന് പറയുന്നത് പ്രിപ്പയർ വാർ എന്ന കണ്ടീഷനാണ്. അതായത് രണ്ടു ഭാഗത്തു നിന്നും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ചില വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെട്ടത്. എന്തായാലും ലോകരാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. മിഡിൽ ഈസ്റ്റിൽ വല്ലാത്തൊരു ഭയം ഇതിനോടകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. കേവലം ഇറാന് മാത്രമല്ല, സമീപ രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, തുർക്കി, ഇസ്രായേൽ, ജോർഡൻ എന്നീ മേഖലകളിലൊക്കെ വലിയ രീതിയിലാണ് ഇതിനോടകം തന്നെ ആശങ്ക ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സംഭവിക്കുന്ന നീക്കങ്ങൾ രാജ്യാന്തര സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ പ്രാധാന്യമുള്ളതായാണ് ഈ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തപ്പെടുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ കാണാമെന്ന് പ്രതീക്ഷിച്ചു.